ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഞാനിതൊരു അൺബോക്സിംഗ് വ്ളോഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ യൂഷ്വലി നാട്ടിലുള്ള സമയത്ത് ഞാൻ മീഷോന്ന് കുറെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ട്. അപ്പം അതിന്റെ അൺബോക്സിംഗ് ഒക്കെ ഞാൻ എന്റെ ചാനൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് ഓരോരോ പാക്കറ്റ് ആയിട്ട്, അതായത് ഞാൻ വൺ ടൈമിൽ ഒരു 10-25 സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ഓരോ സാധനങ്ങൾ ഇങ്ങനെ ഓരോരോ ദിവസമായിട്ടാണ് കിട്ടുന്നുണ്ടാവുക. അതായത് ഇത്ര ചെറിയ പാക്കറ്റ്സ് ആണെങ്കിലും അതിന് ഓരോ ദിവസം എടുത്തിട്ടാണ് കിട്ടുന്നുണ്ടാവുക. ബട്ട് ഞാൻ ഇവിടെ ഒരു ആപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ ഇത്. ഇത്രയുള്ള ഏകദേശം 17 ഐറ്റംസ് ഉണ്ട് ഇതിനകത്ത്. അതായത് ഞാൻ ഒറ്റത്തവണ ഓർഡർ ആക്കിയിട്ടുള്ള സാധനങ്ങളെല്ലാം ഒരുമിച്ച് തന്നെ കിട്ടി എന്നുള്ളതാണ് അതിന്റെ ഒരു ഇത്. അപ്പം ഞാനിതൊന്ന് അൺബോക്സ് ചെയ്യുന്നതിന്റെ പുറമെ ഇതിന്റെ റിവ്യൂ കൂടെ പറയാം എന്ന് വിചാരിച്ചു. ഒരു ആപ്പ് ഉണ്ട്, ടെമു എന്ന് പറഞ്ഞിട്ട്. ആ ആപ്പിൽ നിന്നാണ് ഞാൻ ഈ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞാൻ ഈ ഓർഡർ ചെയ്തിട്ടുള്ളതിന്റെ ആ ക്വാണ്ടിറ്റിയും ആ ഓർഡർ ചെയ്തിട്ടുള്ള സാധനങ്ങളൊക്കെ തന്നെയാണോ കിട്ടിയെന്നുള്ളതും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, കുട്ടി കവർ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. ഇങ്ങനത്തെ സിബ് വരുന്ന പാക്കറ്റ് ഇല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മൾ ഈ സാധനം എടുത്തു കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഈ ഡ്രസ്സ് തന്നെ ഇതിനകത്ത് വെക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുട്ടി കുട്ടി സാധനങ്ങൾ ഉണ്ടാവുമല്ലോ നമുക്ക്. അതായത് ഈ ഇന്നോവേഴ്സ് ഉണ്ട്, സോക്സ് ഉണ്ട്. അപ്പൊ അതുപോലത്തെ കുട്ടി കുട്ടി ഐറ്റംസ് നമുക്ക് ഇതിനകത്ത് വെക്കാം. ഞാൻ ഈ സാധനങ്ങളുടെയൊക്കെ ഫോട്ടോയും സൈഡിൽ വെക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് എക്സാക്ട്ലി മനസ്സിലാകും. ഇത് വന്നിട്ട് ഒരു സ്ലീവ്ലെസ് ആയിട്ടുള്ള ഇലാസ്റ്റിക് ഗൗൺ ആണ്. കുഴപ്പമില്ല, ബിക്കോസ് ഇതിന്റെ ക്ലോത്ത് കുറച്ച് പെനിയൻ ക്ലോത്ത് പോലെയാണ്. ഞാൻ നല്ല അത്യാവശ്യം ഫ്ലെയർ ഒക്കെയുള്ള ഒരു സാധനമാണ്. ഇന്നുണ്ട് കേട്ടോ ഹൈറ്റ് ഇത്രയുണ്ട്. ഇതിനകത്ത് നമുക്കൊരു പെനിയനോ അല്ലെങ്കിൽ ഒരു ഷർട്ടോ ഒക്കെ ഇട്ട് യൂസ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. പിന്നെ ഒരു ബെൽറ്റ് ഉണ്ട്. പൊട്ടിക്കത്തിട്ടൊന്നും പൊട്ടിച്ചില്ലെങ്കിൽ ഞാൻ ഇന്നും നാളെ ഈ സാധനം ഒന്നും എടുക്കില്ല. നോട്ട് ബാഡ് ഗൈസ്. നെക്സ്റ്റ് ഐറ്റം ഈസ് ആ ഒരു ഡ്രസ്സിന്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ടൊരു ബനിയൻ വാങ്ങിച്ചതാണ് കേട്ടോ. ഇന്നൊരു കുഴപ്പമില്ല, കൊള്ളാം. ഓക്കെ, ഈ സാധനം വന്നിട്ട് ഇത് ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിച്ചതല്ല. ഇവിടെ എനിക്ക് ക്യാച്ചുള്ള കാര്യം നിങ്ങൾക്കൊക്കെ അറിയാലോ. അപ്പം അത് ഞാനിപ്പോ അതിനെ തുറന്നു വിട്ടിരിക്കുകയാണ്. അപ്പം അതിന്റെ ഹെയർ ഒക്കെ എന്റെ സോഫയിലും അതുപോലെ തന്നെ എന്റെ വീടിന്റെ പരിസരങ്ങളിലൊക്കെ ഉള്ള സ്ഥിതിക്ക് ഈ സാധനം വെച്ചിട്ട് ഇങ്ങനെ വൈപ്പ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇതില് ആ മുടിയൊക്കെ ഇങ്ങനെ ഇരിക്കും. സോഫയിലൊക്കെ എപ്പോഴും എന്റെ മുടി ഉണ്ടാവും. അപ്പൊ ഞാൻ അതിനുവേണ്ടി വാങ്ങിച്ചാണ് ഈ സാധനം. ഇത് ഞാൻ ഒരുപാട് കാത്തിരുന്ന സാധനമാണ് കേട്ടോ. ഇത് ഓർഡർ ആക്കിയിട്ട് ഞാൻ ഇത് എപ്പോ വരും കാത്തിരുന്നിട്ടുണ്ടെങ്കിൽ ആകെ ഈ ഒരു സാധനം ഉള്ളതുകൊണ്ട് മാത്രമാണ്. ഇതിന്റെ ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുത്തിരിക്കാം. അയ്യോ, എന്റെ തുണി ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ, ഭയങ്കര സോഫ്റ്റാ. ഈ കളർ എനിക്ക് ചിരി വരുന്ന ആലോചിച്ചിട്ട് എനിക്ക് കൊള്ളോന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ല. അത്യാവശ്യം ചെറുതാണ്, കാണുന്നത് പോലെയല്ല, നല്ല ചെറുതാണെന്ന് തോന്നുന്നു. എനിക്ക് കയറുമെന്ന് തോന്നുന്നില്ല. ഞാൻ കേട്ടത് എനിക്കൊരു പ്രശ്നമുണ്ട് കേട്ടോ. ഞാൻ ഒരു ടൈമിൽ ഞാൻ ഓർഡർ ആക്കുന്ന സാധനത്തിന്റെ അളവ് നോക്കിയിട്ടാണ് ഞാൻ നെക്സ്റ്റ് ടൈം ഡ്രസ്സിന്റെ സൈസിന്റെ ഇത് കൊടുക്കുന്നുണ്ടാവുക. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നോക്കിയത് വെച്ചിട്ട് ഈ സാധനം എനിക്ക് ചെറുതാണ്. നോക്കിക്കേ, എന്റെ കൈയിന്റെ ഇത്രേ ഉള്ളൂ ഈ സാധനത്തിന്റെ ഇടുപ്പിന്റെ ഭാഗം. ഇതെന്തായാലും കയറില്ല. നല്ലൊരു ഗൗണായിരുന്നു കേട്ടോ. അവൻ അവിടെ കിടന്ന് വീണ് തുടങ്ങി. ഞാൻ അവനെ ലോക്കാക്കി ഗൈസ്, ഇല്ലെങ്കിൽ നമ്മളുടെ അൺബോക്സിംഗ് ഇവിടെ നടക്കത്തില്ല. ഇത് നോർമൽ സിസേഴ്സ് അല്ല കേട്ടോ. ഇത് കാറ്റിന്റെ ഒക്കെ നെയില് കട്ടാക്കി കൊടുക്കുന്ന സാധനമാണ്. ഇതിനകത്ത് അതിന് നെയിൽ ഇങ്ങനെ വെച്ചു കൊടുക്കുക, മറ്റിങ്ങനെ ടക്കടിക്കുക, അത് കട്ടായി പൊയ്ക്കോളും. എനിക്ക് പ്രാന്താണ്. ഞാൻ ഇങ്ങനെയൊക്കെ വാങ്ങിക്കുന്നേ ഉള്ളൂ, ഒന്നും ഇടത്തില്ല. ഇതൊരു ചെയിനാണ്. അത് രസമുണ്ടല്ലോ. യെസ്, ഞാനൊരു സ്ഥലത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. കുറെ തപ്പി നടക്കുമായിരുന്നു, എനിക്ക് ഇപ്പഴാണ് കിട്ടിയത്. യെസ്, ഈ സാധനം കണ്ടാൽ നിങ്ങൾ ചിരിക്കും. എന്റെ കുറെ വർഷമായിട്ടുള്ള ആഗ്രഹമാണ് ഒരു മൂക്ക് കുത്തണോന്നുള്ളത്. അപ്പൊ ആ മൂക്ക് കുത്താൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റിയിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ മൂക്കുത്തിയൊക്കെ വാങ്ങിച്ചിട്ട് എന്റെ ആഗ്രഹം തീർക്കും. യെസ്, കുറച്ചുകൂടെ ഇവിടെ ഇരിക്കട്ടെ. എനിക്ക് എന്താണ് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഒക്കെ എന്താണ് എനിക്കറിയാൻ പാടില്ല. നാട്ടിൽ കിടന്നൊക്കെ ഞാൻ അങ്ങ് എടുത്തു. ഇത് മാലയൊന്നും അല്ല കേട്ടോ. ഇത് വന്നിട്ട് ഇങ്ങനെ നെറ്റില് ഇങ്ങനെ കെട്ടത് സാധനമാണ്. ഈ മഫ്തൊക്കെ കുത്തുന്ന സമയത്തില്ലേ നമുക്ക് ഈ സാധനം ഇങ്ങനെ സ്റ്റൈൽ ചെയ്യാൻ പറ്റും. ഇപ്പൊ തന്നെ നിങ്ങൾ കണ്ടില്ലേ എങ്ങനെയുണ്ട്, ഒരു കുറത്ത് ലുക്കില്ലേ. ആക്ച്വലി ഞാനിപ്പോ എണീറ്റ് വന്നതേ ഉള്ളൂ. ഞാൻ ഇപ്പോഴും വീഡിയോ എടുത്തില്ലെങ്കിൽ പിന്നെ എനിക്ക് മടിയായി പോകുന്നതുകൊണ്ടാണ് ഞാൻ ഉറങ്ങി നീറ്റ സമയത്തിന് വന്നിട്ട് വീഡിയോ എടുക്കുന്നത്. സ്റ്റോണൊക്കെ ഉള്ള സാധനം കേട്ടോ. അപ്പൊ സാധനം ഒന്നുമില്ല. ഇതൊരു റിംഗ് ആണ്. ബട്ട് ഈ റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിൽ ഇടാനുള്ള, നഖത്തിൽ ഇടാനുള്ള റിംഗ് ആണ്. ഇത് കണ്ടോ? സോറി, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഇതായിട്ട് ഇങ്ങനെ ഇടാനുള്ളതാ. പക്ഷെ ഞാൻ 3 ഒക്കെ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. എന്താ ഒരെണ്ണം ഉള്ളത്? ഇങ്ങനെ ചുമരിൽ സാധനങ്ങൾ ഹാങ് ചെയ്ത് വെക്കാൻ ഒട്ടിക്കുന്ന സാധനം വെച്ച് കാണിച്ചിട്ടാണെന്നുള്ളതല്ലോ. ഇത് സുഖദാനൊക്കെ ഞാൻ എല്ലാത്തിനും കൊടുത്തിരിക്കുന്ന സൈസ് ചെറിയ സൈസ് ആണെന്നേ. ഇതും ചെറുതാണ്. ഇതൊക്കെ ഞാൻ എങ്ങനെ ഇടല് പറയൂ. ഇതൊക്കെ റിട്ടേൺ സാധനമാണ് ഗൈസ്. കാരണം ഇതൊന്നും എനിക്ക് കേറത്തില്ല. എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായതൊന്നും എനിക്ക് കേറത്തില്ല എന്നുള്ളത്. ഈ റോസപ്പൂ ഒക്കെ കണ്ടപ്പോൾ ഞാൻ അങ്ങ് മയങ്ങി വീണു. ഇതിപ്പോ ആകെയുള്ള പ്രതീക്ഷ ഇതാണ്. ഇതും കൂടെ അങ്ങനെ ആയിക്കഴിഞ്ഞാല് സമാധാനമായി. ഈ വന്ന പാർസലൊക്കെ നമുക്ക് തിരിച്ചു കൊടുക്കാനായി. ഇത് പിന്നെ കുഴപ്പമില്ല. ഇതെനിക്ക് ഓക്കെ ആകുമെന്ന് തോന്നുന്നേ. ഇതിന്റെയൊക്കെ ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുക്കട്ടെ. ബിക്കോസ് എനിക്കിത് ഫുള്ളായിട്ട് കാണിച്ചു തരാൻ വേണ്ടി പറ്റത്തില്ല. പിന്നെ കച്ചാണോ എന്റെ കണ്ണിന്റെ പ്രശ്നമാണോ എന്നൊന്നും അറിയത്തില്ല. ഇതൊക്കെ ഇനിയിപ്പം ഇത് കഴിഞ്ഞ ശരി ഇട്ട് നോക്കണം.
ഇതിനകത്ത് ഫുള്ള് ആകെ ഉപകാരപ്പെട്ടത് എന്റെ സോയിക്കുള്ള സാധനങ്ങളാണ് കേട്ടോ. കാരണം ഇത് ഞാൻ അവന്റെ മുടി വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചൊരു സാധനമാണ് ഇത്. ഇതിനകത്ത് ബാറ്ററി ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഇതിനിങ്ങനെ ചാർജ് ചെയ്തതിന് ശേഷം ഇതിനകത്ത് ഇങ്ങനെ വെള്ളം ഒഴിക്കാൻ ഒരു സ്ഥലമുണ്ട്. അതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് നിന്ന് ആവി പോയിട്ട് ഓരോ മുടിയൊക്കെ ഇങ്ങനെ ഇതിനകത്ത് വരും. അങ്ങനെയാണ് ഈ സാധനം ഉപയോഗിക്കേണ്ടത്. ഇതൊന്നും ഞാൻ ട്രൈ ആക്കിയിട്ടില്ല കേട്ടോ, ജസ്റ്റ് കണ്ടിട്ടേ ഉള്ളൂ ഫോട്ടോയിലൊക്കെ. ഇതാണ് മെയിൻ ആവശ്യമുള്ളൊരു സാധനം കേട്ടോ. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വെയിറ്റ് ലൂസ് ആകും, ഇടയ്ക്കിടയ്ക്ക് വെയിറ്റ് ഗെയിൻ ആകും. അപ്പൊ എനിക്ക് ആകെ പ്രശ്നം വരുന്നത് എന്റെ ജീൻസിന്റെ ഒക്കെയാണ് കേട്ടോ. അപ്പൊ ഈ ജീൻസ് ഒക്കെ ഇടുന്ന സമയത്ത് ബെൽറ്റ് സമയത്തിന് കിട്ടത്തൂല്ല. ഇനിയിപ്പോ ബെൽറ്റ് ഇട്ടിട്ടുണ്ടെങ്കിലും കുറച്ചുകൂടെ ബെറ്റർ ഒരു സ്റ്റൈലിഷ് ആയിട്ടൊക്കെ ഒരു സാധനമാണ് ഇത്. നമുക്ക് ഒരു പിന്ന് പോലത്തെയാണ്. ഇത് ഇളക്കി എടുത്തിട്ട് നമുക്ക് പാന്റിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് ഓക്കെയാണ്. ഇനി എപ്പോഴെങ്കിലും ഒക്കെ ഇന്നെ തടി കുറയുമല്ലോ, അന്നേരം ക്രൂസൊക്കെ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. ലാസ്റ്റ് ആയിട്ടൊരു സാധനമുണ്ട്, അതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല ഇതുവരെ കണ്ടിട്ട്. എന്തോ ആണ്, എന്താണെന്ന് എനിക്ക് ഓക്കെ ചെറുതായിട്ട് മനസ്സിലായി വരുന്നു. ഞാൻ വെച്ചിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതും ഞാൻ നേരത്തെ കാണിച്ചില്ലേ, നെറ്റിയിൽ കെട്ടുന്ന പോലെ. ഇത് തലയിൽ കൂടെ ഇങ്ങനെ വെക്കുന്നൊരു സാധനമാണ്. ഇത് നമുക്ക് മഫ്തയൊക്കെ കുത്തിയിട്ട് വെക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ബർത്ത്ഡേ പാർട്ടീസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലേ ഇതിങ്ങനെ ഹെയറിൽ സ്റ്റൈൽ ചെയ്യാൻ പറ്റും. വെറുതെ ഇങ്ങനെ അഴിച്ചിരുന്ന മുടിക്ക് ഇത് പറ്റത്തുള്ളൂ കേട്ടോ. ഞാൻ പിന്നെ ഇന്ന് ഒരുങ്ങിയിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് എൻ്റെ മുഖം എങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നത്. എപ്പിടി ഇരിക്കുക. സോ ഇതാണ് എൻ്റെ ലാസ്റ്റത്തെ ഐറ്റം. ഇത്രയേ ഉള്ളൂ. സാധനങ്ങളൊക്കെ ഓക്കെയാണ്, ക്ലോത്ത് ഒക്കെ നല്ലതായിരുന്നു. സൈസിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിലുള്ള 2 ഐറ്റംസ് റിട്ടേൺ കൊടുക്കണം. അത്രേ ഉള്ളൂ ഗൈസ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരെയ്ക്കും ബൈ.